ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അടിപൊളി സീക്രട്ട് ട്രിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആരും തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ട്രിക്ക് പറഞ്ഞു തന്നു കാണില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ കമന്റ് വിജയി ആരാണ് എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിജയി. അപ്പോൾ ഇവരുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ചാനലിനും ഒരു ഫ്രീ പ്രൊമോഷനെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു കമന്റ് നൽകുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പ്രൊഫഷണൽ യൂട്യൂബേഴ്സ് എല്ലാം അവർ വളരെ ശ്രദ്ധിച്ചാണ് അവരുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ ഒട്ടുമിക്ക പേരും മൊബൈൽ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിന്ന് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാതെ ക്രോം ബ്രൗസർ എല്ലാം യൂസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ പലരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സിസ്റ്റം അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇവയെല്ലാം യൂസ് ചെയ്താണ്. അതിനാൽ തന്നെ അവർക്ക് ക്രോം ബ്രൗസർ യൂസ് ചെയ്ത് ഒറ്റ സെറ്റിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ എൻഡ് സ്ക്രീൻ, കാർഡ്സ്, ഇങ്ങനെയുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സെലക്ട് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒന്നും ലഭിക്കാറില്ല. ഓരോ വീഡിയോയുടെയും റാങ്കിങ് കൂട്ടാനും സെർച്ചിലെല്ലാം വരുന്നതിനും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് അറിയാവുന്ന പലരും മൊബൈൽ ഫോണിൽ നിന്ന് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഡയറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാതെ അവർ ക്രോം ബ്രൗസർ യൂസ് ചെയ്ത് ഡെസ്ക്ടോപ്പ് മോഡ് എന്നതിൽ പോയി വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ പലർക്കും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാറില്ല. കാരണം നല്ല സ്പീഡ്, അതുപോലെ നല്ല 4G കണക്ടിവിറ്റി എല്ലാം ഉള്ള സ്ഥലത്ത് മാത്രമേ ഇത് സക്സസ് ആകൂ. ഇനി ഇന്നത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ എഡിറ്ററിൽ നിന്നും ഫൈനൽ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ഫയൽ അതുപോലെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യാറ്. അതുപോലെ യൂട്യൂബ് തംബ്നെയിലിന്റെ കാര്യം എടുത്താലും നമ്മൾ ഫൈനൽ എഡിറ്റിംഗ് കഴിഞ്ഞ് ഇത് എക്സ്പോർട്ട് ചെയ്ത് നമ്മൾ ആ ഫയൽ അതുപോലെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ നിങ്ങൾ ഇത്തരത്തിലല്ലാതെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായി വരുന്ന ഫയൽ നെയിമിന് പകരം നിങ്ങൾ യൂട്യൂബിൽ എന്താണോ നിങ്ങൾ ടൈറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈറ്റിൽ നെയിം വേണം നിങ്ങളുടെ വീഡിയോയുടെ ഫയൽ നെയിമായി കൊടുക്കാൻ. ഉദാഹരണമായി നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് iPhone 14 Pro Max അൺബോക്സിംഗ് എന്ന വീഡിയോ ആണെന്ന് കരുതുക. എന്നാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയ്ക്കും ഫയൽ നെയിം മാറ്റി iPhone 14 Pro Max അൺബോക്സിംഗ് എന്ന് നൽകുക. അതിനുശേഷം ആ ഫയൽ സെലക്ട് ചെയ്ത് വേണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അതുപോലെ തംബ്നെയിലിന്റെ ഇമേജ് നെയിമും നിങ്ങൾ iPhone 14 Pro Max അൺബോക്സിംഗ് എന്ന് കൊടുക്കുക. അതായത് നിങ്ങൾ എന്ത് ടൈറ്റിലാണോ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് നൽകുന്നത് അതേ ടൈറ്റിലായിരിക്കണം നിങ്ങളുടെ വീഡിയോ ഫയൽ ഫോർമാറ്റിന്, അതുപോലെ നിങ്ങളുടെ തംബ്നെയിൽ ഇമേജിനും കൊടുക്കാൻ. ഇങ്ങനെ കറക്റ്റായി ഓർഗനൈസ് ചെയ്ത് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുക വഴി നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്ത് വർദ്ധിക്കും. അധികം പ്രയാസമില്ലാത്ത ഒരു ട്രിക്കാണിത്. അതിനാൽ തന്നെ എല്ലാവരും ഇത് ചെയ്തു നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ട്രിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്